അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ ഈ ഒരു ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബൈക്കാണ്. ഈ ടയറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 27518 കേട്ടോ. അതെ വണ്ടി ഇതാണ് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ് കേട്ടോ. ഇത് ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ്, പഴയൊരു വണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഇത് ട്യൂബ്ലെസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ഇൻഫർമേഷനാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒപ്പം ഓക്കെ നല്ല തേയ്മാനമുണ്ട്. അതെ നമ്മൾ പുതിയ ടയർ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്നൊരു ജസ്റ്റ് സിമ്പിൾ വീഡിയോ കേട്ടോ. ഒരു ടെസ്റ്റ് റൈഡും പോകുന്നുണ്ട് കേട്ടോ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ജോസഫായിട്ട് സഹപ്രവർത്തകനാണ്. ചേട്ടാ എന്താണ് അപ്പോൾ മാറ്റം തീരുമാനിച്ചത്? ടയറിൻ്റെ തേയ്മാനം അപകടം വിളിച്ചു വരുത്തുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്കും അത് ഒരു പ്രചോദനമാകാമെന്ന് വെച്ചിട്ട് ചേട്ടൻ ടയർ മാറ്റുകയാണ് കേട്ടോ. സംബന്ധിച്ചാൽ വീഡിയോ ഒരു മിനിയാന്ന് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. കാരണം ഇതാണ് ആ ഒരു ചിത്രം കേട്ടോ. അപ്പോൾ ഈ ടയറിൻ്റെ തേയ്മാനം കൊണ്ടിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ടയർ തേയുന്നതിന് പൊട്ടി വഴി കിടക്കുന്നതിന് മുമ്പായിട്ട് മാറ്റുക എന്നുള്ളത് ഒരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഒരു ടെസ്റ്റ് റൈഡ് പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ ഇത് 17 കേട്ടോ, ഇത് 14. അതുപോലെ ഇത് കമ്പിയുള്ള ടൈപ്പാണ്. ഇതൊരിക്കലും ട്യൂബ്ലെസ് വരില്ല. ബുള്ളറ്റൊക്കെ ആയാലും ട്യൂബ്ലെസ് അല്ല, കമ്പിയുള്ളതാണ്. അതെ നല്ല ടൈറ്റ്. ആ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടല്ലോ. ഈ ആക്സിലൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഗ്രീസ് ചെയ്ത് രണ്ടാമത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഈ ഇങ്ങനത്തെ വണ്ടിയുടെ റിമ്മൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. ചിലതിങ്ങനെ കടിച്ചു പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലൈനർ വലിയ കുഴപ്പമില്ല. അപ്പോൾ കണ്ടോ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തേയ്മാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണുന്നവരിക്കും അങ്ങനത്തെ ഐഡിയ കിട്ടും. ആ ഹൈറ്റ് വ്യത്യാസമല്ലേ? ആ പിന്നെ ഇത് നമുക്ക് മാർക്കറ്റിൽ 1800 വരുന്നുണ്ട്. 1850, 900 റേഞ്ച് ഉണ്ട്. ട്യൂബും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. 275 അപ്പോൾ നേരെ ഇത് അയക്കാം. ഇത്തരം വണ്ടികളൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് രണ്ടാമത് റീഫിറ്റ് ചെയ്യാനായിട്ടാണ് നല്ലത്. തുരുമ്പുണ്ടാവും, അതുകൊണ്ട് അയക്കാനും നല്ലൊരു അമിത ബലം പ്രയോഗിക്കേണ്ടി വരും. അങ്ങനത്തെ ജോസഫേട്ടൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഈ കാണുന്നതാണ്ട, ഇത് നിപ്പൽ എന്നാണ് പറയുന്നത്. ഈ കമ്പി ഉറപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ എയർ ലീക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് കമ്പി ഉള്ള വണ്ടികളൊന്നും ട്യൂബ്ലെസ് ഇല്ല കേട്ടോ. കാരണം ട്യൂബ്ലെസ് വരുന്നത് ഇതുപോലെയുള്ള അലോയ് റിംസിനൊക്കെയാണ്. പുതിയ വണ്ടികളൊക്കെ അങ്ങനെയാണ്. പഴയ വണ്ടികൾക്കൊന്നും കമ്പിയുള്ളതൊന്നും ട്യൂബ്ലെസ് അല്ല. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ടയർ MRFൻ്റെ ആണ് കേട്ടോ. സാപ്പർ എന്നുള്ള മോഡലാണ്. 1850, 1900 ഒക്കെ വിലയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു റിം ടേപ്പ് മസ്റ്റായിട്ട് വെട്ടിയിടണം കേട്ടോ. അല്ലെങ്കിൽ വീണ്ടും പഞ്ചർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ ട്യൂബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബൈക്കിന് റിം ടേപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോകേണ്ട. പറഞ്ഞേ അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചോക്ക് പൊടി ടയറിലിടുന്നത് എന്താണെന്നുള്ളത് പലർക്കും സംശയം ഉണ്ടാവും. അത് 2 കാരണങ്ങളാണ് കേട്ടോ. ഒന്ന്, നമ്മൾ പിന്നീട് അയക്കുമ്പോൾ ടയറും ട്യൂബും തമ്മിൽ ഹീറ്റായിട്ട് ഒട്ടാൻ സാധ്യതയുണ്ട്, അത് ഒഴിവാക്കാൻ. രണ്ടാമത് ഭാരവാഹനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇതിനകത്തുള്ള എയർ ചൂടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ 2 കാരണങ്ങൾ കൊണ്ടിട്ടാണ് ചോക്ക് പൊടി ഇടുന്നത്.
ചായ ഫ്രണ്ട് ബ്രേക്ക് ഈ ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് ആ പിടിച്ചു വിടല്ലേ പിടിച്ചോ എന്നാലേ സെൻറ്റർ ആവല്ലേ അപ്പോൾ ഒരേ രണ്ടാല ഫ്രീ ആയിട്ട് തന്നു ഓക്കെ ഓക്കെ ബ്രേക്ക് പിടിച്ചേ അല്ല ഫ്രീ ആണ്ട ആ ബ്രേക്ക് ചെയ്തോ ഓക്കെ ഒന്നുകൂടി ഓക്കെ യെസ് അപ്പോൾ നമുക്കിഞ്ഞൊരു ടെസ്റ്റ് റൈഡ് നടത്തിക്കളയാം അല്ലേ ഇതിപ്പോൾ എത്ര വർഷമായി 2003 ഒരു ടെസ്റ്റ് കഴിഞ്ഞ് 22 വർഷമായി 22ാമത്തെ വർഷം ഈ വണ്ടി ഒരു പടം ഉണ്ടല്ലോ കുഞ്ചാക്കോവൻ്റെ പടം ഉണ്ടല്ലോ ശാലിനിയൊക്കെ ആയിട്ട് അതിൽ സ്പ്ലെൻഡറാണെന്ന് തോന്നുന്നു മറന്നുപോയി. അപ്പോൾ സംഭവം എല്ലാം ഭംഗിയായി ജോലിയുടെ ഇടയിൽ ടയറുമായിട്ട് നടന്ന് അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇങ്ങനെ റിമൊക്കെ പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. വീണ്ടും വർദ്ധിപ്പിച്ചു അത് തന്നെ യെസ്. അപ്പോൾ ചായ കുടിച്ച് നേരെ വീട്ടിൽ ഓക്കെ.